മുംബൈ ഭീകരാക്രമണത്തിന്റെ മുറിവുടങ്ങും മുൻപ് പാകിസ്ഥാന് ധനസഹായം നൽകിയ UPA സർക്കാരിന്റെ നടപടി വീണ്ടും ചർച്ചയാകുന്നു. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ പേരിൽ $25 മില്യൺ പാകിസ്ഥാന് നൽകിയത്. BJP ശക്തമായ എതിർപ്പ് ഉയർത്തിയെങ്കിലും ഇത് അവഗണിച്ചായിരുന്നു മൻമോഹൻ സർക്കാരിന്റെ നടപടി. 2008 മുംബൈ ഭീകരാക്രമണം, രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ജവാന്മാരുടെ വീരമൃത്യു ഉൾപ്പെടെ 175 മരണങ്ങൾ. ഇരകളുടെ ചിതകളിൽ ചാരം മൂടും മുമ്പ് പാകിസ്ഥാന് ധനസഹായം നൽകിയ UPA സർക്കാരിന്റെ നടപടി രാജ്യം മറക്കില്ല. പ്രളയ ദുരിത ധനസഹായം എന്ന നിലയിൽ മൻമോഹൻ സർക്കാർ ആദ്യം $5 മില്യൺ പ്രഖ്യാപിച്ചു. മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി യൂസുഫ് റാസ ഗിലാനിയെ വിളിച്ച് ദുഃഖം രേഖപ്പെടുത്തിയതിന് പിന്നാലെ $20 മില്യൺ കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയാണ് പാകിസ്ഥാന് കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ച വിവരം പാർലമെന്റിനെ അറിയിച്ചത്. 17.2 ദശലക്ഷം പാകിസ്ഥാനികളെ വെള്ളപ്പൊക്കം പ്രതികൂലമായി ബാധിച്ചെന്നും മരണസംഖ്യ 1600 കവിഞ്ഞതായും ചൂണ്ടിക്കാട്ടി വികാരഭരിതനായാണ് SM കൃഷ്ണ സഭയിൽ അധിക സഹായം പാകിസ്ഥാന് നൽകുന്ന വിവരം ധരിപ്പിച്ചത്. Government has decided to increase the assistance to Pakistan from $5 million announced earlier to $25 million. Out of this amount of $20 million would be contributed to the Pakistan Initial Floods Emergency Response Plan launched by the UN Office for the coordination of humanitarian affairs. The balance of $5 million would be contributed to the World Food Programme for its relief efforts in Pakistan. Prime Minister has rightly said that in such times of natural disasters, all of South Asia should rise to the occasion and extend every possible help to the affected people. BJPയുടെ ശക്തമായ എതിർപ്പ് മറികടന്നായിരുന്നു UPA സർക്കാരിന്റെ തീരുമാനം. ഭാരതത്തിന്റെ സാമ്പത്തിക നില പരിതാപകരമായി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പാകിസ്ഥാന് ധനസഹായം നൽകാൻ UPA സർക്കാർ തീരുമാനിച്ചത്. സ്വന്തം രാജ്യത്തെ പൗരന്മാർ അർത്ഥപട്ടിണിയിൽ തുടരുമ്പോഴും ശത്രുരാജ്യത്തെ വയറുകളെ ഊട്ടാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാർ കാണിച്ച ശുഷ്കാന്തി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ജനം, ഡൽഹി.